ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. കാട്ടുതീയിൽ വെന്തുരുകി കിഴക്കൻ മേഖല. ആദ്യം പ്രധാന വാർത്തകൾ. പുനലൂർ തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പ്രതിഷേധവുമായി LDF രംഗത്ത്. അഴിമതി ആരോപിച്ച് തൂക്കുപാല സംരക്ഷണ സമിതിയും. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 6 പേർക്കെതിരെ കേസ്. തന്നെ കരുതിക്കൂട്ടി അപമാനിക്കാനുള്ള ശ്രമമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കാട്ടുതീയിൽ പൊള്ളി കിഴക്കൻ മേഖല. ഒറ്റക്കല്ലിൽ 3 ഏക്കർ ഭൂമി കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. നവീകരിച്ച പുനലൂർ തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫാണ് തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പുനലൂർ നിവാസികളുടെ ചിരകാല അഭിലാഷമായ പുനലൂർ തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫാണ് ബുധനാഴ്ച വൈകിട്ട് തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഓരോ നാടും അറിയപ്പെടുന്നത് ഓരോ ചരിത്ര സ്മാരകങ്ങളുടെ പേരിലാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ ഇന്ത്യ ഗേറ്റ്, ഹൈദരാബാദിലെ ചാർമിനാർ ഗേറ്റ്, ചാർമിനാർ തുടങ്ങി ഓരോ നാടിനും അതിൻ്റെതായ ഐഡന്റിറ്റി ചൂണ്ടിക്കുന്ന ചില ചരിത്ര സ്മാരകങ്ങളുണ്ട്. പുനലൂരിൻ്റെയും ഈ നാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രത്യേകമായ ഒരു സ്മാരകമാണ് പുനലൂരിലെ ഈ തൂക്കുപാലം. 1990 പുരാവസ്തു സ്മാരകമായി പ്രഖ്യാപിച്ച ശേഷം ഏതാണ്ട് 25 കൊല്ലം കഴിഞ്ഞാണ് ഇതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നത്. പാലത്തിന് ബലക്ഷയമുണ്ടായി, പുതിയ പാലം പണിതു. ആ പുതിയ പാലം പണിത സാഹചര്യത്തിലാണ് ഈ ചരിത്ര സ്മാരകം ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിന് സഹായകമായ രീതിയിൽ പുരാവസ്തു സ്മാരകമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്.
ഉദ്ഘാടനത്തിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. KLDC ചെയർമാൻ ബെന്നി കക്കാട്, ഭാരതീപുരം ശശി, മുൻ MLA പുനലൂർ മധു, ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ C മോഹൻപിള്ള, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു. തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാവാനും തൂക്കുപാലത്തിൽ കയറാനുമായി നാടിന്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഭാവിക്ക് വേണ്ടിയുള്ള കരുതലാണ് പുനലൂർ തൂക്കുപാലമെന്ന് മന്ത്രി KC ജോസഫ്. ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യതയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാവിക്ക് വേണ്ടിയുള്ള നമ്മുടെ വലിയ ഒരു കരുതലാണ്. കാരണം ഈ സ്മാരകം എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിന് വളരെയേറെ ചുമതലയും ബാധ്യതയുമാണ്. ഇതുപോലെയുള്ള 177 സ്മാരകങ്ങൾ, ചെറുതും വലുതുമായ സ്മാരകങ്ങൾ കേരളത്തിൽ പുരാവസ്തു വകുപ്പിലുണ്ട്. നമ്മുടെ നാടിന് വലിയ ചരിത്ര സമ്പത്ത് ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കാറുണ്ട്. പലപ്പോഴും അതെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതെല്ലാം സംരക്ഷിക്കാനും ഒരു നാടിന്റെ ചരിത്രത്തിന്റെ, സംസ്കാരത്തിന്റെ തിരുശേഷിപ്പായ ഇത്തരം സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ സാംസ്കാരിക വകുപ്പും പുരാവസ്തുവും വളരെയേറെ ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിക്കുന്നുണ്ട്. ചരിത്ര സ്മാരകങ്ങളായ പൈതൃക സമ്പത്ത് സംരക്ഷിക്കാൻ നാട്ടിലെ ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. 177 ചെറുതും വലുതുമായ ചരിത്ര സ്മാരകങ്ങളാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ളത്. ഇത് സംരക്ഷിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പും പുരാവസ്തു വകുപ്പും പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെ ആർട്ട് ഗാലറി സ്ഥാപിക്കണമെന്ന് MLA അഡ്വക്കേറ്റ് K രാജു മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഗാലറി ഈ പുനലൂരിൽ സ്ഥാപിക്കുന്നത് ഈ തൂക്കുപാലത്തിന്റെ അടക്കം ചരിത്രം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും കാണുന്നതിനും എല്ലാം സഹായകരമായിരിക്കും. അപ്പോ അത്തരം എല്ലാ സഹായവും KC ജോസഫ് സാറിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. ലളിതകലാ അക്കാദമിക്കാണ് ആർട്ട് ഗാലറിയുടെ ചുമതലയെന്നും സ്ഥലം ലഭ്യമായാൽ ആർട്ട് ഗാലറി സ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ആർട്ട് ഗാലറി വേണമെന്ന് പറഞ്ഞു. ആർട്ട് ഗാലറിയുടെ ചുമതല കേരള ലളിതകലാ അക്കാദമിക്കാണ്. തീർച്ചയായും അതിനാവശ്യമായ സ്ഥലവും സൗകര്യം ലഭ്യമാക്കിയാൽ ഇവിടെ അക്കാദമിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആർട്ട് ഗാലറി ആരംഭിക്കാം. പക്ഷേ എന്റെ കാലാവധി കഴിയാൻ ഇനി 2 മാസം പോലും ഇല്ല. സ്ഥാനം ഒഴിയുന്ന ഞാൻ വാഗ്ദാനത്തിന് വലിയ വിലയില്ലെങ്കിലും സ്ഥലം ലഭ്യമാക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. തൂക്കുപാലത്തിനോട് ചേർന്ന് പൂന്തോട്ടം നിർമ്മിക്കുന്നതിനും തൂക്കുപാലത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിനുമായി ബന്ധപ്പെട്ട് പുരാവസ്തു വകുപ്പ് ഫണ്ട് വകയിരുത്തും. അതിനുശേഷം തൂക്കുപാലത്തിന്റെ സംരക്ഷണം നഗരസഭ ഏറ്റെടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പൂന്തോട്ടം, അതുമായി ബന്ധപ്പെട്ട ഈ പാലവുമായി ബന്ധപ്പെട്ട സൗന്ദര്യവൽക്കരണം, അതിനുകൂടി ആവശ്യമായ ഫണ്ട് പുരാവസ്തു വകുപ്പ് കണ്ടെത്തുന്നതാണ്. പുരാവസ്തു വകുപ്പിനെ ആനയെ വാങ്ങിക്കാമെങ്കിൽ തോട്ടിയും വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സംരക്ഷണം നഗരസഭ ഏറ്റെടുക്കണം. കാരണം ഞങ്ങൾക്ക് ഇത് സംരക്ഷണം ചെയ്യുക പ്രയാസമുള്ള കാര്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന പരിപാടി UDFന്റെ സ്വന്തം പ്രോഗ്രാമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF പ്രതിഷേധവുമായി രംഗത്ത്. തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ദിവസം രാവിലെ പ്രതിഷേധ പ്രകടനവും യോഗവും LDF നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പുനലൂരിന്റെ ഉത്സവമാക്കി മാറ്റേണ്ട പുനലൂർ തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് UDFന്റെ സ്വകാര്യ പരിപാടിയാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് LDF നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ രാവിലെ 10 മണിയോടെ തന്നെ LDF നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തി. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൂക്കുപാലത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം MA രാജഗോപാൽ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K രാജു MLA, CPI മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, CPM ഏരിയ സെക്രട്ടറി S ബിജു,
ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടൈറ്റസ് സെബാസ്റ്റ്യൻ, പി സജി, LDF നേതാക്കളായ കെ പ്രഭ, ഷൈൻ ദീപു, അഡ്വക്കേറ്റ് PANS തുടങ്ങിയവർ പങ്കെടുത്തു. പുനലൂരിന്റെ ഉത്സവമായി മാറ്റേണ്ട ഉദ്ഘാടന ചടങ്ങ് UDF പരിപാടിയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും വിവിധ പാർട്ടികളുടെ നേതാക്കളെയും തൂക്കുപാല സംരക്ഷണ സമിതി പ്രവർത്തകരെയും ഒഴിവാക്കി നടത്താൻ ഉദ്ദേശിച്ച ഉദ്ഘാടന ചടങ്ങ് അംഗീകരിക്കാൻ കഴിയില്ലെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ പരിപാടി വിപുലമായി നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചത്. എന്നാൽ ആ സംഘാടക സമിതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയായി ഇതിനെ മാറ്റി. അതിൽ ശക്തമായ പ്രതിഷേധം സംഘാടക സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള എനിക്കും അതുപോലെ തന്നെ കൺവീനറായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ളവർ. അതോടൊപ്പം തന്നെ ഈ നോട്ടീസിൽ കാണിച്ചുള്ള വിവേചനമുണ്ട്. അതിലെല്ലാം ഉപരി നമ്മുടെ ഇതുമായി സഹകരിച്ചു പോകുന്ന സാംസ്കാരിക സമിതി അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ എടുത്ത തീരുമാനം. തീർച്ചയായിട്ടും ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് പുരാവസ്തു ഡയറക്ടർ ഇവിടെ വന്ന് നിരവധി തവണ ഇത് സന്ദർശിച്ചപ്പോഴൊന്നും MLA ആയിട്ടോ നഗരസഭയായിട്ടോ ഒന്നും കാണുന്നതിനോ ചർച്ച നടത്തുന്നതിനോ തയ്യാറായില്ല. ഞങ്ങൾ തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ടിട്ട് ഇത് പ്രോഗ്രാമൊക്കെ നിങ്ങൾ എങ്ങനെ ഫിക്സ് ചെയ്തോ, പക്ഷേ ഒരു സ്വാഗത സംഘം രൂപീകരിച്ച്, ഒരു സംഘാടക സമിതി രൂപീകരിച്ച് വലിയ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പുനലൂർ തൂക്കുപാലത്തിന് ഉദ്ഘാടന പരിപാടി നടത്തണം. നോട്ടീസ് വരുമ്പോൾ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യമില്ല. MP ബാലഗോപാലിന്റെ ഉൾപ്പെടെ പേരില്ല. ഈ തൂക്കുപാല സംരക്ഷണ സമിതിക്ക് വേണ്ടി വെച്ചിരുന്ന നിഷാദിന്റെ പേരില്ല എന്ന് മാത്രമല്ല, ഇത് പ്രാദേശിക UDF നേതാക്കന്മാരുടെ ഒരു പരിപാടിയാക്കി മാറ്റുകയും ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ നടത്താനിരുന്ന ഒരു പരിപാടിയും വേണ്ട എന്ന് ഈ പുരാവസ്തു ഡയറക്ടറേറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ തീരുമാനിച്ചു. ഞങ്ങളുമായിട്ട് ആലോചിച്ചില്ല, MLAയുമായി ആലോചിച്ചില്ല എന്ന് പറയുമ്പോഴോ എന്തുമാത്രം ഗുരുതരമാണ്. പ്രതീകാത്മകമായി ഉദ്ഘാടനം നടത്തി തൂക്കുപാലം തുറന്നു നൽകാനായിരുന്നു തങ്ങളുടെ പദ്ധതിയെന്നും എന്നാൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് MLA അഡ്വക്കേറ്റ് K രാജുവിനെ ഫോണിൽ ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രതിഷേധത്തിൽ അവസാനിപ്പിക്കുകയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുന്ന ഒരു ജനകീയ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിന്റെ സംഘാടക സമിതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് ഒരു 9:50 ആയപ്പോഴേക്കും ഇത് തെറ്റുപറ്റിപ്പോയതാണെന്നും ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നില്ല എന്നും KC ജോസഫ് സാറ് തന്നെ MLA പറഞ്ഞാൽ ഈ തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഈ പരിപാടി വൈകുന്നേരം മാറ്റാമെന്നുമല്ല MLA ആയിട്ട് ചർച്ച ചെയ്യുകയും തെറ്റിന് മാപ്പ് ചോദിക്കുകയും ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് നടപടിയെടുക്കാമെന്ന് പറയുന്നു. സമരം നടക്കുമ്പോൾ ചില UDF നേതാക്കളും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പുനലൂർ DYSP മധുസൂദനന്റെ നേതൃത്വത്തിൽ പുനലൂർ, പത്തനാപുരം, ഏരൂർ, അഞ്ചൽ സ്റ്റേഷനുകളിലെ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ നിവാസികളുടെ ചിരകാല അഭിലാഷമാണ് തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനത്തോടെ യാഥാർത്ഥ്യമായത്. അഴിമതി ആരോപണങ്ങളും വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളും തൂക്കുപാലത്തിന്റെ ആദ്യ നവീകരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. ലോകമെമ്പാടുമുള്ള പുനലൂർ സ്വദേശികളുടെ സ്വകാര്യ അഹങ്കാരമാണ് പുനലൂർ തൂക്കുപാലം എന്നത്. തൂക്കുപാലത്തിന്റെ നാട്ടിൽ എന്ന് അഭിമാനത്തോടെ ഓരോ പുനലൂർക്കാരും പറയുന്ന സമയം 1887 ഈ ചരിത്ര സ്മാരകം പുനലൂരിൽ സ്ഥാപിതമായത്. അന്ന് ആയില്യം തിരുനാൾ രാജാവിന്റെ പ്രത്യേക താൽപര്യപ്രകാരം ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയാണ് തൂക്കുപാലം നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. അയർലൻഡിൽ നിന്നും കപ്പൽ മാർഗം കൊല്ലത്തെത്തിച്ച ഉരുക്ക് സാമഗ്രികൾ ആന വലിക്കുന്ന വണ്ടിയിലെത്തിച്ചാണ് തൂക്കുപാലത്തിൽ സ്ഥാപിച്ചത്. വനപ്രദേശത്ത് നിന്ന് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് തൂക്കുപാലമായി നിർമ്മിച്ചത്. തൂക്കുപാലത്തിൽ ആളുകളോ വാഹനങ്ങളോ കയറുമ്പോൾ തൂക്കുപാലം ആടുമായിരുന്നത്രേ. ഇതിനാൽ വന്യമൃഗങ്ങൾ തൂക്കുപാലത്തിൽ കയറാൻ ഭയപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു. പാലത്തിന്റെ 2 വശങ്ങളിലായുള്ള 4 കിണറുകളിലായാണ് പാലത്തിന്റെ ചങ്ങലകൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് തൂക്കുപാലം നാശത്തിന്റെ വക്കിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിയുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കൂടി തൂക്കുപാലത്തിൽ സ്ഥാപിച്ചതോടെ തൂക്കുപാലത്തിന്റെ നാശം ഏറെക്കുറെ പൂർണ്ണമായി. അങ്ങനെ ചരിത്ര സ്മാരകമായ തൂക്കുപാലം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലായി. പിന്നീടാണ് ആദ്യമായി തൂക്കുപാലം നവീകരിക്കുന്നത്. ആ നവീകരണത്തിന്റെ പേരിൽ ഇപ്പോഴും വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. തൂക്കുപാലത്തിൽ കമ്പകം എന്ന വ്യാജേന പല പാഴ്ത്തടികളും സ്ഥാപിച്ചായിരുന്നു നവീകരണം. പാലം നവീകരിച്ച് 1 മാസത്തിനകം തന്നെ പലകകൾ പലതും ഇളകി. ഇതോടെ കേസായി. അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്തു. ഇപ്പോഴും ഇതിൽ അന്വേഷണം നടക്കുകയാണ്. പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ മനു ഭട്ടനായിരുന്നു തടികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരിശോധനാ ചുമതല. അദ്ദേഹത്തിന്റെ പരിശോധനയിൽ നിരവധി പാഴ്ത്തടികളാണ് കമ്പകമെന്ന വ്യാജേന സ്ഥാപിച്ചതെന്ന് മനസ്സിലായി. എന്നാൽ പിന്നീട് പുനലൂർ തൂക്കുപാല സംരക്ഷണ സമിതിയും നഗരസഭാ അധികൃതരും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും ശ്രമഫലമായാണ് രണ്ടാമത് വീണ്ടും തൂക്കുപാലം നവീകരിക്കാൻ അനുമതിയായത്. അപ്പോഴും കമ്പകം എന്നത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഈ സമയത്ത് അന്ന് വനം വകുപ്പ് മന്ത്രിയായിരുന്ന പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് വനം വകുപ്പ് കമ്പകത്തടി വിട്ടുനൽകാൻ തയ്യാറായത്.
അത്തരത്തിൽ കമ്പാത്തടി പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും തൂക്കുപാല നവീകരണ ജോലി എളുപ്പത്തിലാവുകയും ചെയ്തു. ആഘോഷകരമായാണ് തൂക്കുപാല സംരക്ഷണ സമിതിയും പൊതുജനങ്ങളും ആദ്യമായി കമ്പാത്തടി വന്നപ്പോൾ എതിരേറ്റത്. മധുരപായസം വിളമ്പിയായിരുന്നു അവരുടെ ആഘോഷം. തുടർന്ന് വലിയ താമസമില്ലാതെ തന്നെ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഏതൊരു പുനലൂർകാരനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നായി തല ഉയർത്തി തൂക്കുപാലം നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോടുകൂടിയ പ്രവർത്തനം. GMB ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ഫോൺ 0475-232-5333. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമൂട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഉദ്ഘാടന ദിവസം തന്നെ തൂക്കുപാലത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവും ഉയർന്നു. സ്വകാര്യ തടിഡിപ്പോയിൽ നിന്നും 25 ലക്ഷത്തോളം രൂപയുടെ തടി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് തൂക്കുപാല സംരക്ഷണ സമിതിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പുണ്ടൂർ തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ അഴിമതി ആരോപണങ്ങളും തലപൊക്കിയിരിക്കുകയാണ്. സ്വകാര്യ തടിഡിപ്പോയിൽ നിന്നും 25 ലക്ഷത്തോളം രൂപയുടെ തടി വാങ്ങിയെന്നാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി പുണ്ടൂർ തൂക്കുപാല സംരക്ഷണ സമിതി കൺവീനർ AK നസീർ രംഗത്ത് വന്നു. പുനലൂർ തൂക്കുപാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തമ്പാത്തടി അധികമായി പ്രൈവറ്റ് തടി ഡെപ്പോയിൽ നിന്നും വാങ്ങിയതായി അറിയാൻ കഴിഞ്ഞു. എന്നാൽ സത്യസന്ധമായ ഒരു കാര്യമല്ല. കാരണം ഇത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തമ്പാത്തടി ആവശ്യത്തിന്
വേണമെന്ന് കിറ്റ്കോ ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യത്തിൽ കൂടുതലായി കമ്പത്തടി തരാമെന്ന് മന്ത്രിയുടെ ഓഫീസ് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരാവശ്യപ്പെട്ടതിൽ 20 കുബിക് മീറ്ററോളം അധികമാണ് കമ്പത്തടി കൊടുക്കുകയുണ്ടായത്. ആവശ്യത്തിലും അതിലധികവും തടി സർക്കാർ തന്നെ നൽകിയ സാഹചര്യത്തിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഇത്ര വലിയ തുകയ്ക്ക് തടി വാങ്ങിയെന്ന് നസീർ ചോദിക്കുന്നു. കമ്പത്തടി ഷോർട്ടേജ് ഒരിക്കലും പുനലൂർ തൂക്കുപാലത്തിന് വന്നിട്ടില്ല. അതിന്റെ പേരിൽ പണി മുടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പറയുന്ന 25 ലക്ഷത്തോളം രൂപ മുടക്കി 20 കുബിക് മീറ്ററോളം തടി ഒരു പ്രൈവറ്റ് ടിമ്പർ ഡിപ്പോയിൽ നിന്ന് വാങ്ങി എന്ന് അവകാശപ്പെടുന്നത് തീർത്തും നമുക്ക് അന്വേഷണ സമിതിക്ക് അറിഞ്ഞുകൊണ്ടുള്ളൊരു കാര്യമല്ല. തൂക്കുപാലത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് 4 തവണയാണത്രേ തടി ഇറക്കിയിരിക്കുന്നത്. ഈ 4 തവണയും യൂണിയൻകാരുമായി സംസാരിച്ചതും ഇടപെട്ടതുമെല്ലാം തൂക്കുപാല സംരക്ഷണ സമിതി പ്രവർത്തകരായിരുന്നു അത്രേ. എന്നാൽ ഇവരാരും ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തിയിൽ നിന്നും തടി വാങ്ങിയ കാര്യം അറിഞ്ഞിരുന്നില്ല. 4 ലോറികളിലായി 4 പ്രാവശ്യം പുല്ലൂരിൽ എത്തിയപ്പോഴും അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ആ യൂണിയൻകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാവുകയും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഈ തടികൾ ഇറക്കുന്നതിനെല്ലാം മുൻപന്തിയിൽ ഈ സംരക്ഷണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറമായി തമ്പകത്തടി തികയാതെ വന്നു എന്ന് തൂക്കുപാലത്തിന്റെ അധികാരികൾ ഇപ്പോൾ തൂക്കുപാലത്തിന്റെ കോൺട്രാക്ടർ കിറ്റ്കോ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ചില ഡിപ്പോകളുമായിട്ടുണ്ടാക്കിയ രഹസ്യധാരണയുടെ പുറത്താണ്. തൂക്കുപാലത്തിന്റെ ഉദ്ഘാടന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് സ്വകാര്യ വ്യക്തിയിൽ നിന്നും 25 ലക്ഷത്തോളം രൂപയുടെ തടി വാങ്ങിയതായി അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോഴും തൂക്കുപാലത്തിന്റെ നിർമ്മാണ ശേഷം 1 ലോഡിൽ പരം തടി അധികമിരിക്കുന്നതായും നസീർ ചൂണ്ടിക്കാട്ടി. തൂക്കുപാലത്തിന് ഇപ്പോൾ അധികം തികഞ്ഞില്ല എങ്കിൽ തൂക്കുപാലത്തിന് ഏതാണ്ട് 1.5 ലോഡോളം കമ്പത്തടി പണിഞ്ഞതിന് ശേഷം അധികം വന്നിരിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ 1.5 ലോഡ് കമ്പത്തടി എങ്ങനെ അധികം വരും? ആ കമ്പത്തടി അവിടെ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രണ്ടിലെ ഷെഡ് പോലും പൊളിക്കാതിട്ടിരിക്കുന്നത്. സ്വകാര്യ മില്ലുടമയും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിലെന്നും ഇതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും AK നസീർ വ്യക്തമാക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ അഴിമതി നടക്കുന്നു എന്നുള്ളത് തീർത്തും ഉറപ്പാണ്. ഈ അഴിമതി പുറത്തു കൊണ്ടുവരാൻ സംരക്ഷണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി മുമ്പോട്ട് വരും. ഇതിന് വിജിലൻസ് അന്വേഷണമെങ്കിൽ വിജിലൻസ് അന്വേഷണം വരെ പോകാൻ സംരക്ഷണ സമിതി തയ്യാറാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി ആരോപിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ബിജു രംഗത്ത്. എന്നാൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചു. സംഭവത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള ഉൾപ്പെടെ 6 പേർക്കെതിരെ ഷൈനി ബിജു തെന്മല പോലീസിൽ പരാതി നൽകി. സംഭവം ഇങ്ങനെ: വിവാഹമോചനം നേടി തന്റെ സ്വന്തം വീട്ടിൽ 11 വയസ്സുള്ള മകളോടൊപ്പം താമസിച്ചു വരികയായിരുന്നു ഷൈനി. ഇക്കഴിഞ്ഞ ദിവസം തന്റെ ഒരു ബന്ധു വീട്ടിൽ വരികയും തിരികെ പോകാൻ നേരം തന്റെ മുൻ ഭർത്താവ് ഇയാളെ വഴിയിൽ തടയുകയും ഇയാളെയും തന്നെയും അസഭ്യം പറയുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് ഷൈനി പറയുന്നു. ജനുവരി 28 വൈകുന്നേരം 5 മണിയോടുകൂടി എന്റെ ബന്ധു എന്റെ വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ എന്റെ മുൻ ഭർത്താവ് ബിജു എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ വണ്ടി കൊണ്ടുവന്ന് ഈ കാറിന് കുറുകെയിടുകയും മറുതടസ്സം ഉണ്ടാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട പുനലൂർ കോടതിയിൽ നിന്നും ഈ ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ വീട്ടിൽ വരാനോ എന്നെയോ കുഞ്ഞിനെയോ അബ്യൂസ് ചെയ്യാനും പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ് ഈ പ്രവർത്തികൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ വീടിലേക്ക് അതിക്രമിച്ച് കയറിയാണ് എന്നെ തെറി പറയുകയും അസഭ്യം പറയുകയും ഞാൻ മോശക്കാരിയാണെന്ന് മറ്റുള്ളവർ മുമ്പിൽ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. മുൻ ഭർത്താവിനോടൊപ്പം തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉണ്ടായിരുന്നുവെന്നും രംഗം വഷളാക്കാൻ വൈസ് പ്രസിഡന്റ് ബോധപൂർവം ശ്രമിച്ചു എന്നും ഷൈനി പറഞ്ഞു. ഇതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപിനാഥപിള്ളയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയത്. ഇത് പോകാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ബന്ധുവിന് മാർഗതടസ്സമായപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കുകയും അങ്ങനെ പോലീസ് വന്നാണ് ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയും ചെയ്തത്. എന്നെ ബോധപൂർവം നാണം കെടുത്തുക, എന്നെ അപമാനിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഇത്തരക്കാർക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ ഷൈനി CPI നേതൃത്വത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും MLA ഉൾപ്പെടെയുള്ളവരെ പരാതി ബോധിപ്പിച്ചെന്നും അറിയിച്ചു. ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനത്തിന് അർഹനായ ആളല്ല ഈ വൈസ് പ്രസിഡന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. CPIയുടെ നേതൃത്വത്തെയൊക്കെ ഞാൻ ഇത് അറിയിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട MLA അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമായി താൻ കാണുന്നില്ലെന്നും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട UDF തന്നെ വേട്ടയാടുകയാണെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള പറഞ്ഞു. LDFന്റെ ഭരണം വന്ന ആ നാള് മുതൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ഉറുകുന്നിലെ ശശിധരനും മുൻ വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കെതിരെയാണ് രാഷ്ട്രീയമായ എല്ലാ ഗൂഢശ്രമങ്ങളും നടത്തി വരുന്നത്. അത് പലവിധ കാരണങ്ങളാലാണ് നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയായത് കാരണം വൈസ് പ്രസിഡന്റ്
പലതിലും ഇടപെടുന്നു. അതാണ് മുഖ്യമായ ഒരാരോപണം. ഗ്രാമസഭകളിൽ തുടങ്ങി ഒടുവിൽ ഷൈനിയുടെ വിഷയത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട തന്നെ കേസിൽപ്പെടുത്താൻ കെ ശശിധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിമലയിലുണ്ടായ സംഭവത്തിനൊന്നും എനിക്ക് പങ്കില്ല. എന്നാൽ 3-4 ദിവസത്തേക്ക് മുമ്പ് ആ പ്രദേശത്ത് ആരോ വന്നെന്നും ആ പ്രദേശവാസികളെല്ലാം കൂടെ ചേർന്ന് ഒരു വീട്ടിൽ ആവശ്യമില്ലാതെ ആരോ ഒക്കെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരും കൂടെ തടഞ്ഞു വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ വെള്ളിമല ജംഗ്ഷനിൽ ചെന്നു. കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നപ്പം തെന്മല പോലീസ് എത്തുന്നു. തെന്മല പോലീസ് അഡീഷണൽ SI എത്തുന്നു. അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു താഴെയാണെന്ന്. അദ്ദേഹം താഴെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരും പോലീസുമായി ഏതോ സംസാരം ഉണ്ടാകുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലണം എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പോലീസ് എത്തിയ സാഹചര്യത്തിൽ നിയമം നടപ്പിലാക്കാൻ അവരുണ്ട്, നാട്ടുകാർ മാറണം എന്ന് പറഞ്ഞ് നാട്ടുകാരെ മാറ്റിക്കൊണ്ട് പോലീസിന് അവരെ കൊണ്ടുപോകുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും പോലീസ് നിൽക്കെ തന്നെ ഞാൻ ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അല്ല, ഞാൻ അവരുടെ വീട്ടിൽ പോയില്ല. കഴിഞ്ഞ ഭരണത്തെ സംബന്ധിച്ചും കഴിഞ്ഞ ഭരണത്തിൻ്റെ അഴിമതിയെ സംബന്ധിച്ചും പറയുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും ഞങ്ങൾക്ക് അവകാശമില്ലാത്ത തരത്തിൽ മുൻ പ്രസിഡന്റ് ഇടപെടുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ CPIക്കാർ രാഷ്ട്രീയ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് ഉൾപ്പെടെ കള്ളപ്പരാതി കൊടുത്ത് എന്നെ കോർണർ ചെയ്യാൻ അവിടെയും ശ്രമം നടത്തി. എന്നാൽ തെന്മല പോലീസിൽ വൈസ് പ്രസിഡന്റിനെതിരെ നിലവിൽ 2 പരാതികളുണ്ടെന്നും ഇടമൺ സബ്സ്റ്റേഷനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അസഭ്യം പറഞ്ഞ വിഷയത്തിൽ KSEB പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതുകൂടാതെ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CPI ചർച്ച ചെയ്യുകയും CPIയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ വൈസ് പ്രസിഡന്റിനെ വിമർശിക്കുകയും ചെയ്തതായാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. രോഗബാധിതരായ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ സാമഗ്രികൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് പുനലൂർ തൊളിക്കോട് LPSൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. രോഗബാധിതരായ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ സാമഗ്രികൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്കാണ് ബുധനാഴ്ച തൊളിക്കോട് LPSൽ തുടക്കമായത്. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏത് മേഖലയിൽ നമുക്ക് നോക്കിയാലും ധാരാളം ആശയങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആശയങ്ങൾ പ്രാവർത്തികമാക്കുക എന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ എബ്രാസ് സാറിന്റെയും നിങ്ങളുടെയും വിജയം എന്ന് പറയുന്നത് പുതിയ ആശയങ്ങൾ രൂപീകരിക്കുക എന്ന് മാത്രമല്ല, ആ ആശയങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക എന്നതാണ്. ഈ ആശയങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 100% ആത്മാർത്ഥതയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പുനലൂർ AEO ഉണ്ണികൃഷ്ണൻ സന്നിഹിതനായിരുന്നു. മലയാള മനോരമ പഠിപ്പുരയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നൂതന ആശയരുടെ അവതരണത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം തൊളിക്കോട് LPSന് ലഭിച്ചിരുന്നു. ഇത്തരം മികച്ച വിജയം നേടിയ സ്കൂളിനെ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലും പുനലൂർ AEO ഉണ്ണികൃഷ്ണനും അഭിനന്ദിച്ചു. വാർഡ് കൌൺസിലർ K രാജശേഖരൻ, PTA പ്രസിഡന്റ് V രാജൻപിള്ള, വൈസ് പ്രസിഡന്റ് ഷൈൻ ദീപു, GGK ബാബു, സജി, ഹരി, സ്റ്റാലിൻ, അംബിക, നസീമ തുടങ്ങിയവർ പങ്കെടുത്തു. രോഗരഹിത ബാല്യം, ജൈവ പച്ചക്കറി കൃഷി, ബാഹ്യരഹിത സ്കൂൾ, ഒരു പഠനം പല പാഠശാല എന്നീ ആശയങ്ങൾക്കാണ് സംസ്ഥാന തലത്തിൽ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ പത്തനാപുരം ബ്ലോക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. മുൻമന്ത്രി തോമസ് ഐസക്കാണ് കുരിയോട്ടുമല എഞ്ചിനീയറിംഗ് കോളേജ് അങ്കണത്തിൽ പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ചെടികളോടൊക്കെ വർത്താനം പറയാനായിട്ട് നമുക്ക് മനസ്സ് തോന്നുമ്പോഴാണ് നമ്മൾ നല്ലവരാവുക. എന്താ ഇന്നൊരു വാട്ടം, എന്താ ഇന്നൊരു ആട്ടം എന്നൊക്കെ മനസ്സില് ഈ പശുവൊക്കെ വളർത്തുന്നവർക്ക് അറിയാമല്ലോ. അതൊക്കെ നിങ്ങൾ പറയണതാ പശുവിനോടൊക്കെ ആടിനോടൊക്കെ. ചെടിയോടും ഒന്ന് പറയാൻ പറ്റുന്ന മനസ്സ് വരുമ്പോഴാ കൃഷിക്കാരാവണത്. അങ്ങനെ കേരളത്തിന്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. അപ്പൊ അത് രാസവളം ഉപയോഗിക്കില്ല, അതിന് പകരം ജൈവവളം ഉപയോഗിക്കുന്ന. ജൈവവളം എന്താ? നമ്മുടെ കാർഷിക അവശിഷ്ടങ്ങള്, നമ്മുടെ ഭക്ഷണം കഴിഞ്ഞുള്ള പദാർത്ഥങ്ങൾ, ഇതെല്ലാം നമ്മളിപ്പോ എന്താ ചെയ്യണമെന്നറിയോ? അവിടെ കൂട്ടിയിടുകയാണ്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 75 ഏക്കർ കൃഷിസ്ഥലത്താണ് ജൈവ കൃഷി നടത്തുന്നത്.
90 ലക്ഷം രൂപയാണ് ആകെ അടങ്കൽ തുക. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത രാജേഷ് സ്വാഗതം പറഞ്ഞു. മികച്ച ക്ഷീരകർഷകരെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ആദരിച്ചു. പത്തനാപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ മികച്ച വിദ്യാർത്ഥികളെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികലയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R രശ്മി, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ്, R രാകേഷ്, ആനന്ദരാജൻ, KB സജീവ്, AB അൻസാർ, BDO സൗമ്യ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മി, ആറ്റച്ച് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. വേനൽ കടുത്തതോടെ കിഴക്കൻ മേഖലയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒറ്റക്കല്ലിൽ കാട് പിടിച്ചു കിടന്ന 3 ഏക്കറോളം സ്ഥലമാണ് അഗ്നിക്കിരയായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-ന് ഒറ്റക്കൽ LP സ്കൂളിന് സമീപം നിലമേൽ കൈതോട് വീട്ടിൽ ബഹാവ് മൗലവിയുടെ കാട് പിടിച്ചു കിടന്ന 3 ഏക്കർ പുരയിടമാണ് അഗ്നിക്കിരയായത്. തൊട്ടടുത്ത് സ്കൂളും വീടുകളും ഉണ്ടായിരുന്നതിനാൽ നാട്ടുകാർ ഓടിക്കൂടി തീ അണയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ തീ നിയന്ത്രണാതീതമായി പടരുകയും പിന്നീട് നാട്ടുകാർ അതിരുകൾ തെളിച്ച് തീ വ്യാപിക്കാതിരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. സംഭവം നടന്നപ്പോൾ തന്നെ പുനലൂർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചെങ്കിലും 7 മണിയോടെയാണ് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് സ്ഥലത്തെത്തിയത്. അതും പഴക്കമുള്ള മോട്ടോർ ആയതിനാൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെടേണ്ടി വന്നു. ഇതുകൂടാതെ ദിവസങ്ങൾക്ക് മുൻപേ ഉറുകുന്ന് ഗിരിവർഗ കോളനിയിലും ഉറുകുന്ന് പെട്രോൾ പമ്പിന് സമീപത്തും കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. തെന്മല കേന്ദ്രീകരിച്ച് മിനി ഫയർഫോഴ്സ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. വാർഡ് മെമ്പർ മുതൽ MP വരെ ഉള്ളവർ ഇതിനായി പരിശ്രമം നടത്താമെന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലങ്ങളേറെയായി. വരും ദിവസങ്ങളിൽ വേനലിന് കാഠിന്യമേറുന്നതോടെ കാട്ടുതീ വൻതോതിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുനലൂർ ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്നും ലീഡിംഗ് ഫയർമാൻ സാബു, നിസാർ, വിജിത് കുമാർ, രാജേഷ്, അലക്സ് എന്നിവരാണ് തീ അണയ്ക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. KSKTU നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് ഫെബ്രുവരി 4-ന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഉറുകുന്നിൽ പൂരഹിതരുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്തു. UDF സർക്കാർ പട്ടയം നൽകിയിട്ട് ഭൂമി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് KSKTUവിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നത്. കൺവെൻഷൻ KSKTU സംസ്ഥാന പ്രസിഡന്റ് B രാഘവൻ ഉദ്ഘാടനം ചെയ്തു. 10 ഏക്കർ അധികം വരുന്ന ഭൂമി തങ്ങൾക്കുഞ്ഞ് മുസ്ലിയാർക്ക് കുത്തകപ്പാട്ടം ഇനത്തിൽ സർക്കാർ കൊടുത്തിരുന്നതാണ്. പാട്ടക്കാലാവധി കഴിയുകയും തങ്ങൾക്കുഞ്ഞ് മുസ്ലിയാർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2013 ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും പാട്ടക്കാലാവധി പാട്ടം റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭൂമി ഭൂരഹിത പദ്ധതി ഉൾപ്പെടുത്തി കേരള പദ്ധതി ഉൾപ്പെടുത്തി 299 പേർക്ക് പട്ടയവും കൊടുത്തു.
ആ പട്ടയം തിരുവനന്തപുരത്ത് വെച്ച് സോണിയാഗാന്ധിയാണ് വിതരണം ചെയ്തത്. ആ ഭൂമി ഇപ്പോൾ അളന്ന് തിരിച്ച് തണ്ടപ്പേർ ഉൾപ്പെടുത്തി ഇവർക്ക് ഭൂമി അനുവദിച്ച് കൊടുത്തിട്ടില്ല. പട്ടയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. KSKTU ഏരിയ സെക്രട്ടറി സജീവൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K സലീം, C രാജപ്പൻ നായർ, C തങ്കപ്പൻ, മുഹമ്മദ്, ശ്രീനിവാസൻ, R സുരേഷ്, രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പ്രതിഷേധവുമായി LDF രംഗത്ത്. അഴിമതി ആരോപിച്ച് തൂക്കുപാല സംരക്ഷണ സമിതിയും. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 6 പേർക്കെതിരെ കേസ്. തന്നെ കരുതിക്കൂട്ടി അപമാനിക്കാനുള്ള ശ്രമമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കാട്ടുതീയിൽ പൊള്ളി കിഴക്കൻ മേഖല. ഒറ്റക്കല്ലിൽ 3 ഏക്കർ ഭൂമി കത്തിനശിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.